മറ്റാർക്കും നൽകാത്തൊരു ബഹുമാനമാണ് നാം തങ്ങൾക്ക് നൽകിക്കഴിഞ്ഞു. അൽ കൗസറ, കൗസറിനെ നൽകിക്കഴിഞ്ഞു. എല്ലാവർക്കും അറിയാവുന്ന ഒരു തഫ്സീറാണല്ലോ കൗസർ എന്ന് പറയുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതുപോലെ തന്നെ കൗസർ എന്ന വാക്കിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. അതിലേറ്റവും പ്രചാരം നേടിയ തഫ്സീർ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു തഫ്സീറുണ്ട്. ബാക്കിയുള്ളത് സ്വഹാബിമാരും താബിയുകളുമൊക്കെ അവിടുത്തെ വാക്കിൽ നിന്ന് മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച തഫ്സീർ? അത് സ്വർഗ്ഗത്തിലെ ഒരു നദിയാണ്. ഹുവ നഹ്റുൻ ഫിൽ ജന്ന. കൗസർ എന്ന് പറയുന്നതിന്റെ ഒരു വ്യാഖ്യാനം അതാണ്, സ്വർഗ്ഗത്തിലെ നദിയാണ്. ഹഫതാഹു മിൻ ദഹബ്. ആ നദിയുടെ രണ്ട് ഭാഗങ്ങളും രണ്ട് സൈഡുകളും സ്വർണ്ണത്തിലാണ് അല്ലാഹു തആല നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങൾ, ഈ കൗസറിന്റെ രണ്ട് ഭാഗങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിതമായതാണ്. രണ്ട് ഭാഗങ്ങൾ അപ്പുറവും ഇപ്പുറവും. ഒരു തോട് കാണാറില്ലേ, ഒരു പുഴ കാണാറില്ലേ? നാം കാണുന്ന പുഴയുടെ രണ്ട് വക്കുകളും ചളിയും മണ്ണും നിറഞ്ഞതാണ്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു കെട്ട് സിമന്റിന്റെയോ മറ്റോ ഒരു കെട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ കെട്ടിപ്പിടിപ്പിച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇതിന്റെ രണ്ട് ഭാഗങ്ങളും സ്വർണത്തിനാലാണ്. ദുനിയാവിൽ കാണുന്ന നദികൾ മുഴുവനും ആ നദിയുടെ അടിഭാഗങ്ങളിലുള്ളത് ചളിയും മണ്ണും മണലും മറ്റു പലതുമാണ്. എന്നാൽ കൗസർ ഒഴുകുന്നത് മുത്തും മാണിക്യവുമാണ് അതിന്റെ അടിഭാഗത്തുള്ളത്. നല്ല നല്ല വിലപിടിപ്പുള്ള മുത്തുകൾ, സ്വർഗത്തിലെ നല്ല നല്ല യാക്കൂത്തുകൾ, രണ്ടും ശ്രേഷ്ഠമായ രത്നങ്ങളാണ്. പിന്നെ പറയുന്നു തുർബത്തുഹു അത്വയബു മിനൽ മിസ്ക്. അതിലെ മണ്ണ്, അതിന്റെ അടിഭാഗത്തിരിക്കുന്ന മണ്ണ് കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. വമാഉഹു അഹ്ലാ മിനൽ അസൽ. അതിലെ ജലാശയം, അതിലെ വെള്ളം അത് തേനിനേക്കാൾ മധുരമേറിയതാണ്. ദുനിയാവിൽ നമ്മൾ തേനിന്റെ മധുരം ആസ്വദിച്ചിട്ടുണ്ടാകും. തേനിനേക്കാൾ മധുരമുള്ള വെള്ളം. വഅബിയദു മിനസ് സൽജി. ഹിമക്കട്ടയേക്കാൾ മഞ്ഞുകട്ടയേക്കാൾ നല്ല വെളുപ്പുള്ളതുമാണ്, വെണ്മയുമാണ്, നല്ല നിറത്തിലുള്ള വെള്ളമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ എൻ്റെ ഉമ്മത്ത് വരിവരിയായി വന്നു നിൽക്കുന്നത് ആ ഹൗലിന്റെ സമീപത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആനിയതുഹു അദദുൻ നുജൂം. അതിലെ പാത്രങ്ങൾ നക്ഷത്രത്തിന്റെ അത്രയും എണ്ണത്തിലധികമാണ്. ഒരാൾക്ക് മുക്കി കൊടുക്കുന്ന ഒരു പാത്രത്തിൽ അടുത്ത ആൾക്ക് അടുത്ത പാത്രം കൊണ്ട്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഇത് വിശദീകരിച്ചതിന് ശേഷം ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന സൂറത്ത് അങ്ങനെ അങ്ങ് ഓതി. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വർഗത്തിൽ തങ്ങൾ പ്രവേശിച്ചപ്പോൾ, എന്നാണ് പ്രവേശിച്ചത്? ഇസ്രാ മിറാജ്. ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ ഒരു സുന്ദരമായ നദികൾ കണ്ടു. സുന്ദരമായ ഒരു നദി, അതിന്റെ ചില ഭാഗങ്ങളിലൊക്കെ മുത്തുകൊണ്ട് നിർമ്മിതമായ ഹൈമകളുണ്ട്. മുത്തുകൊണ്ട് നിർമ്മിച്ച നല്ല നല്ല ഹൈമ. ഹൈമ എന്ന് പറഞ്ഞാൽ മനസ്സിലായ മോനെ? നല്ല പന്തൽ, മനസ്സിലായില്ലേ? പന്തൽ പറഞ്ഞില്ല? ആ, നല്ല നല്ല പന്തൽ. ഈ ചില പന്തലൊക്കെ ഒരു കൊട മോഡൽ ഉണ്ടാക്കലുണ്ടല്ലേ, കൊട മോഡൽ. മദീനയിൽ പോയ ആൾക്കാരെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കോണ്ടി. അതുകൊണ്ടാണ് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല തൊപ്പിക്കുടകൾ. ഇതേപോലെ പുറത്തേക്കൊന്നും കാണാത്ത രൂപത്തിലുള്ള നല്ല മുത്തുകൊണ്ട് നിർമ്മിതമായ കാണാൻ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ പന്തലുകൾ, കൂടാരങ്ങളുണ്ട്. ഈ കൂടാരങ്ങളൊക്കെ ആർക്കാണെന്നറിയോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നിർമ്മിതമായതാണ്. അവരൊക്കെ അതിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതുപോലെ തന്നെ ബനാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മക്കൾ, പുത്രിമാർ, അവർക്കൊക്കെ താമസിക്കാനുള്ളതാണ്. അങ്ങോട്ട് പിന്നെ കൊണ്ടുപോയി കൊടുക്കും ഹൗദുൽ കൗസറിൽ നിന്ന്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചു ജിബ്രീൽ അലൈഹി സ്വലാമിനോട്, എന്താണിത്? ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, നബിയെ, ഹാദൽ കൗസറുല്ലദീ അഅതാകഹുല്ലാഹ്. തങ്ങൾക്ക് അല്ലാഹു നൽകിയ കൗസർ, അല്ലാഹു തങ്ങൾക്ക് നൽകിയിട്ടില്ലേ കൗസർ? ഖുർആനിൽ അങ്ങനെ ഒരു സൂറത്തില്ലേ? ആ കൗസറാണിത്. അതിന്റെ ഭംഗിയാണ് ഈ കാണുന്നത്. സ്വർഗത്തിൽ പ്രവേശിച്ച് ആ കൗസറൊക്കെ ശരിക്ക് കണ്ട് തിരിച്ചു വന്നിട്ടാണ് സ്വഹാബത്തിനോട് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ വിശദീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ കാണാം, നമ്മുടെ നാട്ടിൽ സാധാരണ കുടിക്കുന്ന ആളുകൾക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരില്ലേ അല്ലേ? ജ്യൂസ് കുടിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും കഴിക്കാനൊന്നുമില്ലേ? അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങും, എന്തെങ്കിലും കടികൾ, എണ്ണക്കടിയോ വേറെ എന്തെങ്കിലും കടി വാങ്ങും. അപ്പൊ അവിടെ പക്ഷികളുണ്ട് എന്ന് ഹദീസിൽ പറഞ്ഞപ്പോൾ ആ പക്ഷികളുടെ രൂപഭാവങ്ങൾ തങ്ങൾ വിശദീകരിച്ചു. ആ പക്ഷികളുടെ പെരടികളൊക്കെ കഅനാഖിൽ ജുസുരി, ഒട്ടകത്തിന്റെ പെരടി പോലെ നീണ്ടു നിൽക്കുന്ന പെരടിയുള്ള പക്ഷികളാണ്. റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹാല നായിമ, നല്ല സോഫ്റ്റ് ആയിരിക്കും അതിന്റെ ഇറച്ചി, അത് ഭക്ഷിക്കാൻ നല്ല സോഫ്റ്റ് ഉള്ളതാണോ മൃദുലമായതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമർ, ആ പക്ഷികളെ ഭക്ഷിക്കുന്നവർ ഏറ്റവും അതിനേക്കാളും നല്ല മാർദ്ദവമേറിയവരായിരിക്കും. അവരുടെ ചൊങ്കും ചൊറുക്കും ചെറുതാകൂല. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൗസറിൽ നിന്ന് മുക്കിക്കൊടുത്തത് കുടിക്കുമ്പോൾ
അതിൻ്റെ കൂടെ ഭക്ഷിക്കാൻ നല്ല നല്ല സ്മൂത്തായ പക്ഷികളെയും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അത് കുടിക്കാൻ നൽകപ്പെടുന്നത് ആർക്കാണ്? എല്ലാവർക്കും കിട്ടുമോ? ചില ആളുകളെ അവിടുന്ന് ആട്ടിയോടിക്കപ്പെടുന്നുണ്ട്. ആ ഹതഭാഗത്തിൽ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ഈ ഭാഗം പറഞ്ഞതുകൊണ്ട് ഞാനതൊന്ന് പറയുകയാണ്. അതാരൊക്കെയാണെന്ന് വിശദീകരിച്ചിടത്ത് ഇമാം അൽ ഹാഫിൽ ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാഹ് 2-3 തരം ആളുകളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊറ്റൊന്നിലും പെട്ടുപോകരുത്, ഒരു കൂട്ടക്കാരിലും നമ്മൾ ഉൾപ്പെടരുത്. കാരണം ഈ കൗസർ ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം എന്താണ്? കൗസർ കിട്ടിയാലുള്ള സന്തോഷം എന്താണ്? ഈ കൗസർ എന്ന് പറയുന്ന ഈ നെഹ്റിന്റെ, ഈ നദിയുടെ വിശാലത വിശദീകരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വതൂലുഹു മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അതിന്റെ നീളം മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള അത്രയുണ്ട്. ദീർഘിച്ച് കിടക്കുന്ന ഒരു നദിയാണത്, ചെറുതല്ല. ലാ യശ്റബു മിൻഹു അഹദുൻ ഫയൽമഉ. കുടിക്കുന്ന ഒരാളും പിന്നെ ദാഹിക്കുകയില്ല, ഒരിക്കൽ പോലും പിന്നെ ദാഹം വരില്ല. സഹോദരങ്ങളെ, മഹ്ശറിൽ വെച്ച് കിട്ടുന്നതാണിത്. ആദ്യമായിട്ട് ആ ഹൗലിന്റെ സമീപത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് മുക്കിക്കൊടുക്കുന്നത് ആർക്കാണ്? അവ്വലു വാരിദീഹി ഫുഖറാഉൽ മുഹാജിരീൻ. ആ ഹൗലിന്റെ സമീപത്ത് വന്ന് ആദ്യം പാനപാത്രം വാങ്ങി കുടിക്കുന്നത് മുഹാജിരീങ്ങളിലെ ഫുഖറാ, പാവപ്പെട്ട മുഹാജിറുകൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ, നാടും വീടും കുടുംബവും ഒക്കെ ഒഴിഞ്ഞിട്ട് ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ട പാവപ്പെട്ട മുഹാജിറുകൾ. അവർക്കുള്ളൊരു സ്ഥാന ബഹുമാനം നോക്ക് നിങ്ങൾ. ആദ്യം അവ്വലു വാരിദീഹി, ഹൗലിന്റെ സമീപത്തേക്ക് ആദ്യം എത്തുന്നവർ ഫുഖറാ ഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളായ ഫുഖറാ ആണ്. അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മയും അവരെ പിന്നിലായി എവിടെയെങ്കിലും പെടുത്തി തരട്ടെ. അവരൊക്കെ നല്ലോണം സ്നേഹിക്കണം, ബഹുമാനിക്കണം. മുഹാജിരീങ്ങൾ, അൻസാറുകൾ അവരൊന്നും സാധാരണ ആളുകളല്ല. സഹോദരങ്ങളെ, മുഹാജിറുകളിൽ പാവപ്പെട്ടവർ മദീനയിലെ സുഫത്തിന്റെ അസ്ഹാബിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. അസ്ഹാബ് സുഫത്തിൽ പാവപ്പെട്ട മുഹാജിറുകൾ അവർ ആ ഹൗലിന്റെ സമീപത്ത് വന്ന് പാനപാത്രം ആദ്യമായി ഏറ്റുവാങ്ങുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് പരിഗണനയാണ്. കുടിക്കുന്നവൻ പിന്നെ ദാഹിക്കൂല. വലാ യതവല്ലഉ മിൻഹു അഹദുൻ ഫയതശഅസു അബദാ. ഏതെങ്കിലും ആള് ആ വെള്ളം ഉപയോഗിച്ച് ഒന്ന് മുഖം കഴുകിയാൽ, ഒന്ന് തലയിൽ അല്പം ബറക്കത്തിനൊന്നൊഴിച്ചാൽ, ആ വെള്ളം ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് നനച്ചാൽ ആ ശരീരത്തിന് പിന്നീട് യാതൊരു ക്ഷീണമോ രൂപഭാവത്തിന് മാറ്റമോ അഴകിന് കുറവോ സംഭവിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ അത് കുടിക്കാൻ കഴിയാത്തവരെ തങ്ങൾ പറഞ്ഞു, ലാ യശ്റബു മിൻഹു മൻ അഖ്ഫറ ദിമ്മതി വലാ മൻ ഖതല അഹ്ല ബൈതി. എന്റെ ബഹുമാനം, എന്റെ സ്ഥാനമാനങ്ങൾ ഇടിച്ചു താഴ്ത്തിയവർ അതിൽ നിന്ന് പാനം ചെയ്യുകയില്ല, കുടിക്കുകയില്ല. എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെ വധിച്ചവരും അതിൽ നിന്ന് കുടിക്കുകയില്ല.